ഷാജിടാ നമസ്കാരം. നമസ്കാരം. ഓണത്തിന് ഹാപ്പി ഓണം. ഓണത്തിന് ഓഫർ കൊടുത്തപ്പോൾ ഇറങ്ങിയതാ. എല്ലാ ഓഫർ വണ്ടികളാണ് കിടക്കുന്നത്. ഓഫർ കൊടുക്കുക. ഫോർച്യൂണർ ഉണ്ടല്ലേ? ഫോർച്യൂണർ ഇത് മാനുവൽ 4x4 2010 വണ്ടി, 30 വരെ പേപ്പർ ഉണ്ട്. പേൾ വൈറ്റ് കളറാണ്. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? വേറെ ഫോർച്യൂണർ ഉണ്ടല്ലോ ഇഷ്ടം പോലെ? വേറെ മൊത്തം 5 വണ്ടി കിടപ്പുണ്ട്. 5 ഫോർച്യൂണർ വേറെ വരാണ്ടല്ലോ? വണ്ടി ഇനി 2-3 വരാനുണ്ട്. ഇന്നോവ എത്ര ഉണ്ട്? ഇന്നോവ 5 വണ്ടി കിടപ്പുണ്ട്. 5 വണ്ടി 14 മോഡൽ 4-ഉം 15 ഒരു വണ്ടി കിടപ്പുണ്ട് അല്ലേ? പിന്നെ 11 ഇന്നോവയും വരാനുണ്ട്. അത് തിങ്കളാഴ്ച ആഴ്ചത്തേക്ക് വരുമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാല്ലേ? അപ്പോൾ ഇത് പറയുവാണെങ്കിൽ 10 വണ്ടി അല്ലേ? 2010 സെക്കൻഡ് ഓണർ വണ്ടി, 1,28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയത് മേജർ തട്ടമുട്ട ആക്സിഡന്റ് ഒരു ആക്സിഡന്റും ഇല്ല. എല്ലാം ഒറിജിനൽ ഗ്ലാസ്. ഇതിന്റെ മാത്രം ഫ്രണ്ട് ഗ്ലാസ് എല്ലാം തന്നെ മാറിയല്ലേ വരുന്നത്? എല്ലാ വണ്ടിയിലും മാറി. പക്ഷെ വണ്ടിക്ക് മേജർ തട്ടമുട്ടൊന്നും ഒന്നുമില്ല. അതിന് ഗ്യാരണ്ടിയാണ്. എഞ്ചിന് ഗിയർ ബോക്സ് ഒക്കെ പക്കാ ഗ്യാരണ്ടിയാണ്. 100% ഗ്യാരണ്ടി. പെൻഡിങ് വർക്കൊന്നുമില്ല. സർവീസ് ചെയ്ത വണ്ടിയല്ലേ? അതെ, എല്ലാം സർവീസ് ചെയ്ത് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടേക്കുന്നത്. എടുക്കുക ഓടിക്കുക അത് സർവീസ് ചെയ്യുക. എടുക്കുക ഓടിക്കുക പോളിഷ് ചെയ്യുക. ഞങ്ങളുടെ എടുക്കുന്ന വണ്ടിക്ക് വരുക, എടുക്കുക, കൊണ്ടുപോവുക. അല്ല നമ്മൾ അഡ്വാൻസ് തന്നിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട്, 2 മാസം കഴിഞ്ഞിട്ട്, 40 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടിയേ ഇല്ല. വരുക, പേയ്മെന്റ് തരുക, ലോൺ ആകുമ്പോൾ ലോൺ അറേഞ്ച് ചെയ്യുക, വണ്ടി കൊണ്ടുപോകുക. ഇത് പൂനെ എല്ലാം ബൈ റോഡ് വഴി വരുന്ന വണ്ടികളേ ഉള്ളൂ. അല്ലാത്ത ട്രെയിനേരോ ലോറിയേരോ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഒന്നും ആ പരിപാടിയില്ല. അത് ഡൽഹിയിലും രാജസ്ഥാൻ, ഗുജറാത്ത്, UP, അവിടുന്ന് ഹരിയാന, അവിടുന്ന് വരുന്ന ലോറിയെ കൊണ്ടുവരുന്നത്. ലോറി എത്താത്ത കണ്ടീഷൻ ആയതുകൊണ്ടായിരിക്കും ലോറിയെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് വണ്ടി കൊണ്ടുവരുന്നത്? ഇതൊക്കെ 2,800 കിലോമീറ്റർ ഓടി വരുന്ന വണ്ടിയാണ്. 2 ദിവസം 3 ദിവസം ഞങ്ങൾ തന്നെ ഡ്രൈവർമാർ പോലെ ഞങ്ങൾ തന്നെ പോയി ഓടിച്ചെടുത്തോണ്ടിരുന്ന വണ്ടി. രജിസ്റ്റേർഡ് ഓണർ എടുക്കുന്ന വണ്ടി. നമുക്കെല്ലാം ചെറിയ പരാതികളെല്ലാം നമ്മൾ അവിടെ ഷോറൂമിൽ തന്നെ കയറ്റി തീർക്കും. ഇവിടെ കൊണ്ടുവന്ന് ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളെ ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് വലിയ വണ്ടിക്കൊന്നും, പിന്നെ 50 രൂപയുടെയൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് പറയാവുന്നേ ഉള്ളൂ. വലിയ വണ്ടിക്കൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല. ഇതൊക്കെ ഫുൾ ഗ്യാരണ്ടി വണ്ടിയല്ലേ? 100% ഗ്യാരണ്ടി. അതുപോലെ വണ്ടി കണ്ടാലും നീറ്റ് വണ്ടി കേട്ടോ. ഇതൊന്നും റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഒരു റീപ്ലേസ്. ഹെഡ്ലൈറ്റ് ഒക്കെയാണ് ഒറിജിനൽ കംപ്ലീറ്റ് ഒറിജിനാലിറ്റി ഇരിക്കുന്ന വണ്ടിയാണ്. ടൈപ്പ് 2 വേണമെങ്കിൽ പാർട്ടിക്ക് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. അങ്ങനെ ആക്കണേ എത്ര മുടക്കാം? ആക്കണമെങ്കിൽ 1 ലക്ഷം രൂപയാണ് ആകുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി ചെയ്യാല്ലേ? നമുക്ക് ഇവിടെ ഗ്യാരേജ് നമ്മൾ തന്നെ ആക്കി ഒറ്റ ദിവസം കൊണ്ട് ആക്കി കൊടുക്കാം. ഫുൾ പെയിന്റ് എല്ലാം ഉൾപ്പെടെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് കൊടുക്കാം. രാവിലെ വൈകിട്ടത്തെ പിടിപ്പിച്ചോണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ടൈപ്പ് 2 ആക്കണമെങ്കിൽ പറഞ്ഞാൽ മതിയല്ലേ? ചെയ്ത് കൊടുക്കും. ഈ ഒറിജിനാലിറ്റി വണ്ടിക്ക് ആവശ്യക്കാരുണ്ടല്ലേ? അങ്ങനത്തെ വണ്ടിക്ക് ഈ ഓഫ് റോഡ് ഓടാനുള്ളവരല്ലേ ഈ മോഡലല്ലേ നോക്കുന്നത്? ടൈപ്പ് 2 ആയാലും കുഴപ്പമില്ല അല്ലേ? ഒന്നുമില്ല. കണ്ടീഷൻ ആയിരിക്കണം. 4 വീൽ വർക്കിംഗ് ആയിരിക്കണം. അതേ ഉള്ളൂ. ഞാൻ വണ്ടി ഫുൾ ആയിട്ട് കാണിച്ചു തരാം. ടയറെല്ലാം നല്ല കണ്ടീഷൻ. ഒരു മേജർ റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ടയറൊക്കെ ആണെങ്കിലും എല്ലാം ടയർ നല്ല ബട്ടൺ ടയർ. ഒരു 70% മുകളിലുണ്ടല്ലേ? ബോഡിയൊക്കെ ആണെങ്കിലും കണ്ടോ? ടച്ച് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, എടുക്കുക ഓടിക്കുക അല്ലേ? അതെ. ഞങ്ങൾ എല്ലാ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ആദ്യമേ നമ്മൾ ഫുൾ സർവീസ് ചെയ്യും. സർവീസ് ചെയ്ത് ലിഫ്റ്റേ കയറ്റി കംപ്ലീറ്റ് അണ്ടർകോട്ട് പെയിൻ്റ് അടിക്കും. പെയിൻ്റ് അടിച്ച് ടച്ചിങ് ഉള്ളതെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കും. കസ്റ്റമർ വണ്ടി എടുത്തോണ്ട് പോവാം. പിന്നെ വർഷത്തേക്ക് കൊണ്ട് പണിയാൻ നിൽക്കണ്ട. ഒന്നുമില്ല. അവരല്ലേ ഗൾഫുകാർ വരുന്നവരല്ലേ 2 മാസത്തേക്ക് 30 ദിവസത്തേക്ക് ഓട്ടത്തിന് വേണ്ടി വരുന്നവരാണ്. വരുമ്പോൾ എടുത്തോണ്ട് പോവാം. ഇന്റീരിയറിലേക്ക് പോലും നീറ്റാട്ടോ. സീറ്റ് കവറൊക്കെ നല്ല. രണ്ടാമത് സീറ്റ് കവർ ഇട്ടേക്കുന്ന അടിയിൽ ഒറിജിനൽ സീറ്റ് കിടപ്പുണ്ട്. ഡാഷൊക്കെ ആണല്ലോ നീറ്റാട്ടോ. ആൻഡ്രോയിഡിൻ്റെ സെറ്റ് ഉണ്ട്. സ്റ്റീരിയോ ഓറഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടി ഗിയർ കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാട്ടോ. കാണിച്ചു തരാം. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എഞ്ചിൻ റൂമിലേക്ക് പോയാലും എഞ്ചിൻ നോക്കാനും നീറ്റ് ആണ്. തട്ടുമുട്ടും ആക്സിഡൻ്റ് ഒന്നും ഇല്ല. അതായത് ബോണിറ്റാണ് എപ്പോഴും ടൊയോട്ടയുടെ ബാഡ്ജിങ് ഉള്ളതാണ്. നല്ല നീറ്റ്. ബാറ്ററി ആണെങ്കിൽ നല്ലതാണ്. അതൊക്കെ എന്ത് ചെയ്യാനുണ്ട്? നമ്മൾ ബാറ്ററി മാറി കൊടുക്കാം. അതിലെ പുതിയ ബാറ്ററി മേടിച്ചു കൊടുക്കാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും അകത്തേക്കല്ല പുറത്തേക്ക് പോലും വന്നിട്ടില്ല. ഒരിച്ചിരി പോലും വണ്ടി വന്നിട്ടില്ല. എല്ലാം 100% ഗ്യാരണ്ടി ഉള്ള ഇതിൽ 4x4 വണ്ടിയാണ്. ടൊയോട്ടയുടെ വണ്ടിയെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കുകയേ വേണ്ട. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ. ഒന്ന് പയ്യെ റേസ് ചെയ്യാവോ? പയ്യെ റേസ് ചെയ്യാവോ? ഓക്കെ ഓഫ് ചെയ്തോ. അപ്പോൾ ലാസ്റ്റ് കാര്യം ഓണമൊക്കെയാണ്. ലാസ്റ്റ് എന്നാ അവരെ കൊടുക്കും? ഇത് 8.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വണ്ടി പിന്നെ ഓണമൊക്കെ ഇല്ലയോ? നമ്മൾ ഒത്തിരി വണ്ടി 10-38 വണ്ടി കിടക്കുന്നത്. കസ്റ്റമർ വരിക, റെഡി കാശ് വെച്ച് സംസാരിക്കുക, അടിച്ചങ്ങ് കൊടുക്കുക. ഇനിയും കുറയും. പഴയ വണ്ടിയല്ലേ ഇത്? പുത്തമ്മണ്ണിയുടെ ഫിക്സഡ് റേറ്റ് ഒന്നും അല്ല. ഇത് നമ്മൾ വില പേശി നമ്മളങ്ങ് കൊടുക്കുക. 2030 വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർ 4x4 വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? ഒറിജിനൽ പെയിന്റ് വണ്ടി. കിലോമീറ്റർ
1,22,000 അത് എത്ര ആയാലും 1,000 താഴെ ഓടിയിട്ടുള്ളല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തോണ്ടിലേക്ക് ഇനി പോകാം. ഒരു ഇന്നോവ G4 അല്ലേ വണ്ടി? G4 വണ്ടി 2014 വണ്ടി. 14 വണ്ടിയാ? അതെ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒക്കെയോ? ഇത് കിലോമീറ്റർ വന്നിട്ട് ജെനുവിൻ നമുക്ക് പറയാനൊക്കത്തില്ല. അത് കിടക്കുന്ന 160 താഴെ. 160 അല്ലേ? എഞ്ചിന് ഗിയർ ബോക്സ് ഒക്കെ ഗ്യാരണ്ടി അല്ലേ? എഞ്ചിന് ഗിയർ ബോക്സോ തട്ടമുട്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ തരുന്ന വിലയിൽ 50,000 രൂപ കൂട്ടി തിരിച്ചെടുത്തോളാം. ഗ്ലാസ് വേറെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. മേറെ ഇടി തട്ടമുട്ട അങ്ങനെ ഒന്നുമില്ല. പെൻഡിങ് വർക്കില്ല. 1 രൂപയുടെ പെൻഡിങ് വർക്ക്. ടയർ ആണെങ്കിലും നല്ല ടയർ കണ്ടീഷൻ. ടയറൊക്കെ എന്തോരം ഒരു 90% ഉണ്ടല്ലോ. പെർമിറ്റ് വേണേൽ പെർമിറ്റ് കോട്ടായി കൊടുക്കാം, പ്രൈവറ്റ് വേണേൽ പ്രൈവറ്റ് കോട്ടായി കൊടുക്കാം. എങ്ങനെ വേണം. ഇതിപ്പോൾ 9 മാസം വരെ ടാക്സ് അടച്ചിട്ടുള്ളൂ നമ്മൾ. റീപെയിന്റ് ഉണ്ടോ വണ്ടിക്ക്? റീപെയിന്റ് ബമ്പറൊക്കെ റീപെയിന്റ് ഉണ്ടല്ലേ? പക്ഷേ നേരെ വേറെ വിഷയങ്ങളൊന്നും ഒന്നുമില്ല. ടച്ചിങ് ഒക്കെ കാണും. നമ്മളതിലെ ബാക്കി ഭൂരിഭാഗം ഒറിജിനൽ പെയിൻ്റാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ടൗണിലോടും താഴെക്കൊണ്ട് ബമ്പറിനും അങ്ങനെയൊക്കെ ചെറുത് കാണും. അണ്ടർകോട്ടും എല്ലാം നമ്മൾ ചെയ്താൽ പെയിന്റ് ചെയ്താൽ പിന്നെ ഇന്റർകൂൾ റേഞ്ചിലാണ്. 14-15 കിലോമീറ്റർ സാധാ ഞങ്ങൾ ഓടി വരുന്ന ഞങ്ങൾക്ക് 14 വരെ കിട്ടുന്ന വണ്ടികളുണ്ട്. 11:30 പൊക്കത്തിലേ കിട്ടത്തുള്ളൂ. 11:30 പൊക്കത്തിൽ 14. ചുമ്മാ പറയുന്ന 6 കിലോമീറ്റർ 5 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ. ഓടിച്ച് കാണിക്കാം. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചോ അവർക്ക് ഓടിച്ച് കാണിക്കാം. ഫ്രീ ആയിട്ട് വണ്ടി കൊടുക്കാം. 6-7 കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. 11:30 മേളിൽ കിട്ടിയാൽ ബാക്കി നമുക്ക് ഓഫറൊന്നും കൂട്ടിച്ചാൽ 14 വരെ ഓടിക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ. ചുമ്മാ ബസ്സിന് തന്നെ ഇട്ട് പോയിലിട്ട് പോയിട്ടൊന്നും കിട്ടത്തില്ല. വണ്ടി ഓടിക്കുന്നതിനനുസരിച്ചാണ്. ഒരു മിതമായിട്ട് ന്യായമായിട്ട് ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ 11:30 മേളിൽ കിട്ടും. 14 വരെ കിട്ടുന്ന വണ്ടിയിലുണ്ട്. ഓക്കെ, ഞാൻ വണ്ടി മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം. എല്ലാ വണ്ടിയുടെയും ബോഡി ഒക്കെ കേട്ടോ. ബോഡി വർക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ വന്നപ്പോൾ ഈ കണ്ടീഷനാണ് ചേട്ടാ? അല്ല, നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടേക്കുന്നത്. ഇനി ഒന്നുകൂടെ പോളിഷ് ചെയ്തേ കൊടുക്കത്തുള്ളൂ വണ്ടി ഡെലിവറി കൊടുക്കുമ്പോൾ. ഒന്നുകൂടെ ചെയ്യൂലേ? അല്ല, ഇത് ചുമ്മാ ഓടിക്കാതെ മഴയും പിടിച്ച് ഷെഡ് ഇട്ടേക്കില്ല നമ്മൾ. സെൻട്രൽ AC, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ള, റൂഫ് AC എല്ലാം ഉള്ള വണ്ടിയാണ്. സീറ്റ് കവർ ആണ് അഡീഷണൽ ചെയ്തേക്കുന്നത്. നല്ല നീറ്റ് വണ്ടിയാണ്. വേറെ ചെയ്യാൻ നിൽക്കണ്ട. വേറെ ഒന്നുമില്ല. സീറ്റ് കവർ നമ്മൾ ചെയ്താണോ? സീറ്റ് കവർ നമ്മളല്ല, കസ്റ്റമർ ചെയ്തതാണ്. തട്ടോ മുട്ടോ ആക്സിഡന്റ് ഒന്നുമില്ല. ബോണിറ്റ് മാറിയിട്ടില്ല. ഒറിജിനൽ ടൊയോട്ടയുടെ ബോണിറ്റാണ്. അപ്പുറം പൊട്ടിച്ചിട്ടില്ല. ഫ്രണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല. മൽഗാർഡിന് കുഴപ്പമില്ല. നീറ്റ് വണ്ടി. ബാറ്ററി ആണെങ്കിലും നല്ല ബാറ്ററിയാണ്. ഇന്റർകൂൾഡ് എഞ്ചിനാണ്. ഫുൾ ഗ്യാരണ്ടി. സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ ഓക്കെ ചെയ്തോ. വണ്ടിയിൽ വേറെ വർക്കൊന്നും പെൻഡിങ് ഇല്ലല്ലോ? 1 രൂപയുടെ വർക്ക് പോലും ഇല്ല. നല്ല നീറ്റ് വണ്ടിയാണ്. 2014 വണ്ടിയാണ്. 8 ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത്. 8 ലക്ഷം രൂപ അല്ലേ? അതെ. G4 വണ്ടിയാണ്. എത്ര ലോൺ കയറും? ഇപ്പോൾ കസ്റ്റമർ നല്ലതാണെങ്കിൽ 6 രൂപ 5 രൂപ ഒക്കെ ലോൺ കയറും. 6 രൂപ കയറും. പാർട്ടിക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിലേ കയറത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഞങ്ങൾ ഫൈനാൻസ് നമ്പർ കൊടുക്കും. അതുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോണ്ട് നമുക്ക് ഫൈനാൻസുമായിട്ടൊന്നും ഏർപ്പാടൊന്നും ഇല്ല. 2014 G4 8 ലക്ഷം രൂപ ലാസ്റ്റ് വരെയാണോ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വണ്ടി കിടക്കുന്നു. വെറുതെ സംസാരിച്ച് കഴിഞ്ഞാൽ വില കുറയും. ഓക്കെ, ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫോർച്യൂണർ 2010 വണ്ടി അല്ലേ? 2010 വണ്ടി. ഇത് നമ്മുടെ പേരിൽ രണ്ടാമതാക്കിയ വണ്ടിയാണ്. ഇതിപ്പോൾ 3ാമത്തെ ഓണർ വണ്ടിയാണ്. ഇത് പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? 3ാമത്തെ ഓണർ അല്ലേ? 3ാമത്തെ ഓണർ. അതുപോലെ തേർഡ് ഓണർ 4x4 മാനുവൽ. അതെ. അവിടെ ഒരു ബേക്കറിക്കാരൻ്റെ വണ്ടിയായിരുന്നു അല്ലേ? ഒറിജിനാലിറ്റി നിൽക്കുന്ന വണ്ടിയല്ലേ? നല്ല ഒറിജിനാലിറ്റി. റീപ്ലേസ് ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് ഒക്കെ ഒറിജിനൽ തന്നെയാണ്. എല്ലാം ഗ്ലാസ് റീപ്ലേസ്. ഗ്ലാസ് മാത്രമല്ലേ? നമ്മളിവിടെ കൊണ്ടുവന്ന ഒറിജിനൽ ഗ്ലാസിന്റെ ഇരിപ്പുണ്ട്. ചെറിയ ക്രാക്ക് വീണിട്ട് ഇവിടെ മാറി ഇരിപ്പുണ്ട്. ഇവിടെ വേറെ മേറുള്ള തട്ടമുട്ട ആക്സിഡന്റ് ഒന്നുമില്ല. ഫുൾ ഗ്യാരണ്ടി വണ്ടി. ഇത് വൈറ്റ് പെയിന്റ് ആണ്. പേൾ വൈറ്റ് അല്ല, സാധാ വൈറ്റ് ആണ്. ബോഡിയൊക്കെ ബോഡി നോക്ക് 100% ബോഡിയാണ്. ബോഡി ലൈൻ നല്ല തട്ടമുട്ട ഒന്നുമില്ല. ഇതൊക്കെയാണ് അവൻ്റെ ഒരു ബോഡി കണ്ടീഷൻ. നീറ്റാട്ടോ. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. വർക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എടുക്കുക ഓടിക്കാന്നേ ഉള്ളൂ. ഇന്റീരിയറിലേക്ക് വന്നാലും സീറ്റൊക്കെ പക്കയാണല്ലോ. അതെ, നല്ല നീറ്റ് വണ്ടി. അപ്പോൾസറി എല്ലാം നല്ല നീറ്റ് വണ്ടി. ഡാഷൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാം വർക്കിംഗ് അല്ലേ? AC എല്ലാം വർക്കിംഗ് അല്ലേ? 100% വർക്കിംഗ്. പെന്നി വർക്കൊന്നുമില്ല. 1 രൂപയുടെ വർക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അകത്തെ കാഴ്ചകൾ. ടൊയോട്ടയുടെ ബാഡ്ജിനുള്ള ബോണറ്റാണ്. ഫുൾ പേസ്റ്റിംഗ് ഉള്ളതാണ്. അപ്പുറം പൊട്ടിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് വണ്ടി. അതാണ്. തട്ടമുട്ടൊന്നും അകത്തേക്ക് ഒന്നുമില്ല. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പയ്യ റേസ് ചെയ്യാം. മതി. ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് തന്നെ കൊടുക്കാൻ പറ്റും. ഇതെല്ലാം 8,500 രൂപയാണ്. 30 വരെ പേപ്പറുണ്ട്. 8,500 രൂപ അല്ലേ? ടെസ്റ്റ് കഴിഞ്ഞാണ് എല്ലാം. 8,500 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ സ്റ്റാഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വീട്ടിലിട്ട് കച്ചവടമായിട്ട് വാടകയൊന്നും കൊടുക്കണ്ട.
പിന്നെ നമുക്ക് വലിയ ആർഭാടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് 8 രൂപ ചോദിക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഷാജിറ, ഈ വണ്ടിയൊക്കെ ഒരു പാർട്ടി വന്നു 8,000 രൂപയ്ക്ക് വണ്ടി എടുക്കുക, അവർ ഒരു ടൈറ്റ് രൂപ കൊടുക്കാൻ പറയുക, അപ്പോൾ എത്ര രൂപ ഒറ്റ ദിവസം ഉണ്ടാക്കി കൊടുക്കാം. 1 ലക്ഷം രൂപയാണ്, അതിനകത്തും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? ലൊക്കേഷൻ എന്ന് പറഞ്ഞേ. ഇത് പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് റാന്നിയില, പനവേൽ ലോട്ടോസ് റാന്നി. ഫോൺ നമ്പർ 9447024466. അപ്പോൾ ഓക്കെ ഏട്ടാ, ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.